നിലമ്പൂർ എം.എൽ.എ. പി.വി. അൻവറിനെ ഇന്നലെ രാത്രി നിലമ്പൂർ ഡിവൈഎസ്പി അറസ്റ്റ് ചെയ്തു. നിലമ്പൂർ നോർത്ത് ഡി.എഫ്.ഒയുടെ ഓഫീസ് അടിച്ചു തകർത്തതിനാണ് നിലമ്പൂർ എം.എൽ.എ. ഒന്നാം പ്രതിയായി കേസെടുത്തിരിക്കുന്നത്. ശനിയാഴ്ച രാത്രിയിൽ 4/1/25 കുരുളായി വനത്തിലെ കാട്ടാനക്കൂട്ടം ഒരു ആദിവാസിയെ അടിച്ചു കൊന്നു. ആ ആദിവാസിയുടെ വീട്ടിലേക്ക് കുട്ടിയുമായി വനത്തിൽ കൂടെ നടന്നു പോകാൻ തുടങ്ങിയപ്പോഴാണ് ഈ സംഭവം. അവിടം വരെ ജീപ്പിന് വന്നിറങ്ങിയ ആദിവാസി കുട്ടിയുമായി മുന്നോട്ട് നടന്നു. ആനക്കൂട്ടം ആക്രമിക്കുന്നവർ കണ്ടു. കുട്ടിയെ അദ്ദേഹം വലിച്ചെറിഞ്ഞു. ആന ഇദ്ദേഹത്തിനെ അടിച്ചു കൊന്നു. വലിച്ചെറിഞ്ഞു വീണ കുട്ടിയെ കൂടെ ഉണ്ടായിരുന്ന 1-2 പേര് എടുത്തുകൊണ്ട് ഓടി. കേരളത്തിലെ വയനാട്ടിലും ഇടുക്കിയിലും തൃശ്ശൂർ ജില്ലയിലും പാലക്കാടും പത്തനംതിട്ട ജില്ലയിലൊക്കെ ആന ഇറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. വളരെയധികം ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. DFO അല്ലെങ്കിൽ ജില്ലാ ഫോറസ്റ്റ് ഓഫീസറും അവർക്കൊക്കെ ഇതിനൊരു പ്രതിവിധി ചെയ്യാൻ ഇന്ന് വരെ കഴിയുന്നില്ല. ആനക്കൂട്ടം ഒറ്റയാനും റോഡിലും കൃഷിയിടങ്ങളിലൊക്കെ സ്വൈര്യമായി കേരളത്തിൽ വിഹരിക്കുന്നതാണ് കാണുന്നത്. ഇതിനൊരു ശാശ്വതമായ പരിഹാരം നിർദ്ദേശിക്കാനോ ഒരു പരിഹാരം കണ്ടുപിടിക്കാനോ പരിഹാരം ചെയ്യേണ്ടവർ ഫോറസ്റ്റുകാരും അതിന് ശ്രമിച്ചില്ല, അല്ലെങ്കിൽ ഇന്ന് വരെ അത് ഫലവത്തായില്ല എന്ന് വേണം പറയാൻ. എന്തായാലും ആദിവാസിയുടെ ഈ സംഭവം ഇത് വർഷങ്ങളായി ഗവൺമെന്റിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും എതിരായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ സംസാരിക്കുകയും പ്രതിവിധി കാണാനായിട്ട് അതിന് അജിറ്റേഷൻ നടത്തുകയൊക്കെ ചെയ്ത് നമ്മൾ കാഴ്ച കണ്ടു. പക്ഷെ ഫലവത്തായില്ല, ഒന്നും ഇതുവരെ നടന്നില്ല. ശനിയാഴ്ച ഇതാ ഒരു ആദിവാസി, അയാൾ കാട്ടിൽ തന്നെ ജീവിക്കുന്ന ആളാണ്, കുട്ടിയുമായിട്ട് പോകുമ്പം ആനക്കൂട്ടം ആക്രമിച്ച് കൊലപ്പെടുത്തി. ഈ ഒരു സംഭവത്തിൽ പ്രതിഷേധിച്ച് പി.വി. അൻവർ എം.എൽ.എയും അദ്ദേഹത്തിൻ്റെ അനുയായികളും DMK അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയിലെ DMKയിലെ ഭാരവാഹികളും ഒക്കെ നിലമ്പൂർ നോർത്ത് ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തി. വൈകിട്ട് ഓഫീസ് പൂട്ടി എല്ലാവരും പോയിരുന്നു. ആ ഓഫീസ് അവർ തല്ലി തകർത്തു. അതിൻ്റെ അകത്തുള്ള ഉപകരണങ്ങളും ഓഫീസ് എക്യുപ്മെന്റുകളും ഒക്കെ നശിപ്പിച്ചു. അതിനൊരു കേസ് രജിസ്റ്റർ ചെയ്തു. അത് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഒന്നാം പ്രതിയായ പി.വി. അൻവറിനെ നിലമ്പൂർ ഡിവൈഎസ്പി സംഘവും 150-200ഓളം പോലീസ് അവിടെ വന്നു വീട് വളഞ്ഞു അറസ്റ്റ് ചെയ്തു. ഏതായാലും എം.എൽ.എ. അറസ്റ്റ് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ഒരു ഇന്റിമേഷൻ സ്പീക്കർക്ക് കൊടുക്കണം. സ്പീക്കറുടെ അനുവാദം വേണം. ഭരണകക്ഷിപ്പെട്ട തന്നെ സ്പീക്കറാണ്. എന്തായാലും എം.എൽ.എയുടെ അറസ്റ്റ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ്. അവിടെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കണ്ടു. എങ്കിലും അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോയി. രാത്രി തന്നെ മെഡിക്കൽ പരിശോധന നടത്തിയ ശേഷം അവിടുത്തെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന് ജാമ്യാപേക്ഷയൊന്നും കോടതി കൊടുത്തില്ല. എന്ന് കൊടുക്കും എന്ന് കരുതുന്നു. എന്നാലും അദ്ദേഹത്തിനെ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. അവിടുന്ന് അദ്ദേഹത്തിനെ കൊടിസുനി കിടക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം അവരുടെ സുഹൃത്തുക്കളും കിടക്കുന്ന സെൻട്രൽ ജയിലിലേക്ക് മാറ്റും എന്നാണ് പറയുന്നത്. തന്നെ കൊല്ലാനായിട്ടാണ് കൊടിസുനിയുടെ അവിടെ കൊണ്ടുപോയി ആ ജയിലിലേക്ക് മാറ്റുന്നതെന്ന് പി.വി. അൻവർ പ്രതികരിക്കുകയും ചെയ്തു. രാഷ്ട്രീയമായി അദ്ദേഹത്തിന് ഒരു ഉണർവാണ് ഈ അറസ്റ്റോടുകൂടി വന്നത്. ഒരു പുതിയ മാർഗം തെളിഞ്ഞു കിട്ടിയിരിക്കുന്നു. ഫോറസ്റ്റിന് അടുത്ത് താമസിക്കുന്നവരും അല്ലെങ്കിൽ ഫോറസ്റ്റിനുള്ളിൽ താമസിക്കുന്ന ആദിവാസികൾക്കും വേണ്ടി പടവരുന്ന ഒരാളായിട്ടാണ് പി.വി. അൻവറിനെ ഇപ്പം നമ്മൾ കാണുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന് ആൾക്കൂട്ടം ഉണ്ടാക്കാൻ സാധിക്കും, അദ്ദേഹത്തിന് ഫോളോവേഴ്സ് ഉണ്ടാക്കാൻ സാധിക്കും ഈ സംഭവത്തോടുകൂടി. എന്തു വന്നാലും ശരി, PDPI ആക്ട് അനുസരിച്ച് പൊതുമുതൽ നശിപ്പിച്ചതിനും ഓഫീസ് മുതൽ നശിപ്പിച്ചതിനും എതിരായിട്ടുള്ള കേസ് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. ഒന്നാം പ്രതി അദ്ദേഹമാണ്. ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ലോവർ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കില്ല. ജില്ലാ കോടതിയിൽ നിന്നും ഹൈക്കോടതിയെ അപേക്ഷിച്ചാൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ജാമ്യം ലഭിക്കും. അതുകൊണ്ട് ഇന്നറിയാം അദ്ദേഹത്തിൻ്റെ ജാമ്യം ഏത് കോടതിയിലാണ് മൂവ് ചെയ്യുന്നതെന്ന്. ലോവർ കോടതിയിൽ തന്നെ ജാമ്യം മൂവ് ചെയ്ത് അവിടെ ലഭിക്കുന്നില്ലെങ്കിൽ മാത്രമേ ഹയർ കോടതിയിൽ പോയിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് ഇന്ന് ലോവർ കോടതിയിലെ ജാമ്യത്തിൻ്റെ തീരുമാനം അറിയും. അടുത്ത ദിവസം ഹയർ കോടതിയിലേക്ക് അദ്ദേഹം
പോകാനാണ് സാധ്യത എന്നാണ് ഞാൻ കരുതുന്നത്.